നിങ്ങളുടെ ജീവിത ഉദ്ദേശ്യം കണ്ടെത്താൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ജീവിത ഉദ്ദേശ്യം കണ്ടെത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? പർപ്പസ് എമർജസ് വേർ ഇന്നർ എബിലിറ്റി മീറ്റ്സ് റെസണൻസ് ആൻഡ് ഔട്ടർ ലൈഫ്. 5-ാം അധ്യായത്തിലാണ് നമ്മൾ മാനവ ജീവിത ഉദ്ദേശ്യം കണ്ടെത്തലും നിറവേറ്റലും. ജീവിതത്തിന്റെ ഉദ്ദേശ്യം തിരിച്ചറിയുന്നത് എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത്. എങ്ങനെയാണ് ജീവിത ഉദ്ദേശ്യത്തെ തിരിച്ചറിയാൻ കഴിയുക? എന്താണ് അകത്തേക്ക് നോക്കലും പുറത്തേക്ക് നോക്കലും? എപ്പോഴാണ് ഉദ്ദേശ്യം സ്വയം പ്രകാശിക്കുന്നത്? ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മള് ജീവിത ഉദ്ദേശ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ സംസാരിച്ചത്. ഈ നമ്മുടെ സ്ഥാനത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിത ഉദ്ദേശ്യം എന്ന് മനസ്സിലായി. ആ ഹൈറാർക്കിയൽ പൊസിഷന് അകത്ത് നമ്മുടെ സ്ഥാനം എന്താണ്, സേവന ദൗത്യം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. അപ്പൊ ഇത് മനസ്സിലാക്കിയാലാണ് നമുക്ക് കൃത്യമായിട്ട് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, എന്താണ് നമ്മുടെ ദൗത്യം എന്നുള്ള കാര്യങ്ങൾ ഓർമ്മ വരിക, അല്ലെങ്കിൽ മനസ്സിലാവുക. അപ്പോ അതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഉദ്ദേശ്യത്തെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? ഉദ്ദേശ്യം എന്ന് പറയുന്നതിനനുസരിച്ചാണ് നമ്മുടെ സ്ഥാനം, പ്രകൃതിയിലെ നമ്മുടെ സ്ഥാനം നിർണയിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ സ്ഥാനം മാത്രമാണ്, സ്ഥാനത്തിനനുസരിച്ച് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അതിനനുസരിച്ചാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. സ്ഥാനം മാത്രമാണ്. ഈ സ്ഥാനത്തിനനുസരിച്ച് നമ്മുടെ ഒരു രൂപകൽപ്പന ഉണ്ടാവും, നമ്മുടെ ശരീരത്തിന്റെ രൂപകൽപ്പന ഉണ്ടാവും. അപ്പോ അത് നമ്മുടെ ആന്തരിക ശേഷികളുമായി താതാത്മ്യം പ്രാപിക്കുക, അല്ലെങ്കിൽ ആന്തരിക ശേഷികളുടെ രൂപത്തിലാണ് അവ നിലനിൽക്കുക. ഈ ആന്തരിക ശേഷികൾ എന്ന് പറയുന്നതിനനുസരിച്ചായിരിക്കും, ആന്തരിക ശേഷികൾ എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഇൻറ്റ്യൂഷൻസ്, നമ്മുടെ ചോദനകൾ ഉണ്ടാവുക. ചോദനകളെ പ്രകോപിപ്പിക്കാൻ പാകത്തിൽ, ചോദനകളെ ഉദ്ദീപിപ്പിക്കാൻ പാകത്തിലാണ് നമ്മുടെ വാസനകൾ ഉണ്ടാവുക. അപ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റ്യൂഷൻസ് ആണ്. ഇൻറ്റ്യൂഷൻസും ഇൻസ്റ്റിങ്ക്റ്റുകളുമാണ്. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോ നമുക്കുണ്ടാവുന്ന ആന്തരിക ചോദനകൾ, അത് നമ്മൾ എപ്പോഴും നിരന്തരം അനുഭവിക്കുന്ന കാര്യമാണ്. എപ്പോഴും നമ്മുടെ ചോദനകളെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വിശക്കുന്നു, മൂത്രശങ്ക ഉണ്ടാവുന്നു, ഒരു മാമ്പഴം കാണുമ്പോൾ തിന്നാൻ തോന്നുന്നു, മറ്റൊരു ഇപ്പൊ വഴുതന കാണുമ്പോൾ തിന്നണ്ട എന്ന് തോന്നുന്നു. നമുക്ക് ഇതുപോലെയുള്ള പല തോന്നലുകൾ ഉണ്ടാവും. ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് അടുപ്പം തോന്നും, ചില വ്യക്തികളോട് അകൽച്ച തോന്നും, ചില വിഷയങ്ങളോട് താല്പര്യം തോന്നും. ഇതെല്ലാം ആന്തരിക ചോദനകളാണ്. ഈ ചോദനകൾ ഉണ്ടാകുമ്പോൾ ആ ചോദന, ഇപ്പൊ മാമ്പഴം കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും മാമ്പഴം തിന്നാൻ തോന്നണമെന്നില്ല. മാമ്പഴം തിന്നാൻ തോന്നുക എന്നുള്ളത് ഒരു വശം. മാമ്പഴം കണ്ടാൽ തിന്നണ്ട, പക്ഷെ അത് വേണം എന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. തിന്നാനുള്ള തോന്നൽ ചോദനയാണെങ്കിൽ മാമ്പഴം വേണമെന്ന് തോന്നുന്നത് വാസനയുമായി ബന്ധപ്പെട്ടതാണ്, അതിനെ സ്വായത്തമാക്കി വെക്കുക എന്നുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള കുറേയേറെ തോന്നലുകൾ ഫീലിങ്സിന്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. ഇതാണ് നമ്മൾ പ്രൈമറിലി മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇപ്പൊ കുഞ്ഞുകാലത്ത് നമ്മളൊരു ഭക്ഷ്യം കണ്ടു, ഒരു മാമ്പഴത്തിന്റെ കഷ്ണം കണ്ടു, അതെടുത്ത് വായിൽ വെക്കുന്നു. ആ വായിൽ വെക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മൾ ആലോചിച്ച് കൂട്ടിയിട്ടൊന്നുമല്ല. അത് കാണുന്നു, എടുത്ത് വായിൽ വെക്കുന്നു, നമ്മൾ കഴിക്കുന്നു. അപ്പോ ഇത് മാമ്പഴത്തിന്റെ ആ കഷ്ണം കാണുമ്പോൾ അതിൽ കയറി പിടിക്കാനും അത് വായുടെ അകത്തേക്ക് കൊണ്ടുപോകുവാനും അത് ചവച്ച് എടുക്കാനും അതിനെ ആസ്വദിക്കാനും ഒക്കെയുള്ള ആ ഒരു കഴിവെന്ന് പറയുന്നത് നമ്മൾ അറിയാതെ നമ്മൾ സംഭവിച്ചു പോയതാണ്. പക്ഷെ വലുതായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം നമുക്ക് കഴിയുമെന്ന്. ഇപ്പൊ നമുക്കൊരു കല്ലിന്റെ ഒരു കഷ്ണം, അല്ലെങ്കിൽ കല്ല് പോലെ ഇരിക്കുന്ന ഒരു സാധനം കിട്ടി, കൽക്കണ്ടം കിട്ടി. നമുക്ക് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പല്ലുകൾ മാത്രമുള്ള, അപ്പൊ അതെടുത്ത് കടിക്കാൻ നമുക്ക് തോന്നില്ല, കടിക്കാൻ കഴിയില്ല. അപ്പോ നമുക്കുള്ള ശേഷിക്കനുസരിച്ച് ഈ മധുരമുള്ള ആ വസ്തുവിനെ പോലും നമുക്ക് കടിക്കാനോ സ്വീകരിക്കാനോ കഴിയുകയുള്ളൂ. അപ്പോ ഇത് നമ്മുടെ ആന്തരിക ശേഷിയുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ ഈ ചോദനകൾ ഉണ്ടാകുന്ന
ആ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ആ ചോദനയ്ക്കനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ചില തിരിച്ചറിവുകൾ, ചില ബോധ്യങ്ങൾ ഉണ്ടാവും. അതാണ് ഇൻറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പം പശുവിന് പുല്ല് കണ്ടാൽ അത് തിന്നാനുള്ളതാണെന്ന് മനസ്സിലായി. അത് ഇപ്പൊ വേണോ പിന്നെ വേണോ എന്നുള്ളത്, ഈ പുല്ല് തിന്നണോ ആ പുല്ല് വേണോ എന്നുള്ളതാണ് ഇൻസ്റ്റിങ്റ്റുകളായിട്ട് വർക്ക് ചെയ്യുന്നത്, ചോദനകളായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇൻറ്റ്യൂഷനായിട്ട് വർക്ക് ചെയ്യുന്നത് പുല്ല് കണ്ടാൽ അത് തിന്നാനുള്ള തോന്നലാണ്. അതാണ് വാസന എന്ന് പറയുന്നത്. അത് കഴിക്കണമെങ്കിൽ തനിക്കത് കഴിയുമോ ഇല്ലയോ എന്നുള്ള ആ ശരീരത്തിന്റെ തിരിച്ചറിവുണ്ടാവണം. ഈ 3 കാര്യങ്ങളും ഞാൻ ഭക്ഷ്യവുമായിട്ട് പെട്ടെന്ന് ആദ്യമേ പറഞ്ഞത് എന്താ വെച്ചാൽ, ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ബോധ്യമാകും. അതുകൊണ്ടാണ് ഇപ്പോ ഒരു വ്യക്തിയെ കാണുന്നു, ആ വ്യക്തിയോട് നമുക്ക് ഒരു മമത തോന്നും. ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള വ്യക്തികളെ കണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ താല്പര്യം തോന്നുന്ന ആ രീതിയിലാവാം. പക്ഷെ ഇതൊന്നുമല്ലാതെ വിശേഷപ്പെട്ട് എടുത്ത് ചില ഇടങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് അവരോടൊരു താല്പര്യം തോന്നും. അവർ പറയുന്ന വിഷയങ്ങളെ കേട്ടിരിക്കാൻ തോന്നും. അവരെന്താ പറയാൻ പോകുന്നത് നമുക്കറിയില്ല. അവരുടെ പ്രഭയിൽ നമ്മൾ അവിടെ നിൽക്കുന്നു, അതിനുശേഷം അവർ പറയുന്നത് കേട്ടിരിക്കാൻ തോന്നുന്നു. അതിൽ നിന്ന് നമുക്ക് ചിലത് കിട്ടുന്നു. ഈ വിധത്തിലുള്ള അവരെ കേട്ടിരിക്കാനുള്ള ടെൻഡൻസി, അവരെ കേട്ടിരിക്കാനുള്ള ഫാക്കൽറ്റി, അവരെ കേട്ടിരിക്കാനുള്ള ചോദന, അതിലൂടെ നമുക്ക് ചിലത് കിട്ടുന്നു. അതായിരിക്കും പിന്നീട് നമ്മുടെ ജീവിതത്തെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഈ വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ അകത്തുണ്ടാകുന്നതിനെയാണ് നമ്മൾ ആന്തരിക ശേഷികൾ, അല്ല ആന്തരിക ശേഷികൾ എന്ന് പറയുക. ഈ ആന്തരിക ശേഷികളെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? ആന്തരികമായിട്ട് ഇവയെല്ലാം എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ്, എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അകത്തേക്ക് നോക്കണം. ഈ അകത്തേക്ക് നോക്കുന്നതിനെയാണ് നമ്മൾ അന്തർദർശനം അല്ലെ സ്വച്ഛിന്തനം, ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയാം, അന്തർദർശനം എന്ന് പറയാം. അപ്പോ ഈ അന്തർദർശനം എന്നുള്ള കാര്യം നമ്മുടെ ഉള്ളില് സ്വയമേവ സംഭവിക്കുമ്പോഴാണ് നമുക്ക് അകത്ത് എന്താണുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. അപ്പോൾ ആന്തരികമായിട്ട് നമ്മൾ ഈ പർപ്പസിന് വേണ്ടി എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട്, എത്രത്തോളം ഫെസിലിറ്റീസ് ഉണ്ട്, എത്രത്തോളം അലോക്കേറ്റഡ് ആണ്, എത്രത്തോളം അലൗഡ് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആന്തരിക ദർശനത്തിലൂടെ പോകുമ്പോൾ, ആന്തരിക ദർശനത്തിനായിട്ട് നമ്മൾ നമ്മുടെ ബുദ്ധിയെ ചെലുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു തുടങ്ങും. ഇതേപോലെ തന്നെ മറ്റൊന്നാണ് ബാഹ്യദർശനം എന്ന് പറയുന്നത്. വെളിയിലേക്ക് നോക്കല്, വെളിയിലേക്ക് വീക്ഷിക്കുക, വെളിയിൽ എന്താണുള്ളത് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തില് ഈ ഓരോ നിമിഷവും സംഭവിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു, പർപ്പസിനനുസരിച്ചാണ് നമ്മുടെ പൊസിഷനിങ്, പർപ്പസിനനുസരിച്ചാണ് നമ്മുടെ ഫാക്കൽറ്റീസ്. നമ്മുടെ പൊസിഷനനുസരിച്ചാണ് നമ്മുടെ അകത്തേക്ക് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വരിക. നമ്മളിപ്പോ ഈ ഇഷ്ടികയൊക്കെ ഗൃഹനിർമ്മാണം നടത്തുന്ന ഇടത്ത് ഇഷ്ടികകൾ കൈമാറി പോകുന്നത് കണ്ടിട്ടുണ്ടാവും. ആളുകൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്നു, കൈമാറി പോകുന്നു. അപ്പൊ ഞാൻ നിൽക്കുന്ന ഇടത്തേക്ക് കുറച്ച് ഇഷ്ടിക ഇങ്ങനെ അവരെ എറിഞ്ഞു തരികയാണ്. ഞാനത് പിടിക്കണം, അടുത്ത ആൾക്ക് പകർന്നു കൊടുക്കണം. അപ്പോൾ ഞാൻ നിൽക്കുന്ന പൊസിഷൻ അനുസരിച്ചാണ് അവർ ഇട്ട് തരികയും കൊടുക്കുകയും ചെയ്യുന്നത്. എന്റെ പൊസിഷൻ മാറി ചിലപ്പോൾ ഇഷ്ടിക ആയിരിക്കില്ല, വേറെന്തെങ്കിലും ആയിരിക്കും വരിക, സിമെന്റിന്റെ ചാക്കോ അങ്ങനെയുള്ളതായിരിക്കും വരിക. ആ നിൽക്കുന്ന പൊസിഷൻ അനുസരിച്ച് ഈ ഒരു ലൈനിൽ ഒരു പ്രത്യേക എടുത്ത് നിൽക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക ആംഗിളിലാണ് ഇത് വരിക. അപ്പോ ആ നിൽക്കുന്ന പൊസിഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ വരിക. അത് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ മുന്നിലേക്ക് വരുന്ന അത്തരം കാര്യങ്ങൾ, അതിനെയാണ് ഈവന്റ്സ് അല്ലെങ്കിൽ സംഭവങ്ങൾ എന്ന് പറയുക. ഈ സംഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അകത്തുള്ള വാസനകൾ പോലെയാണ് കേട്ടോ. ആവർത്തിച്ച് സംഭവങ്ങൾ വരുന്ന സമയത്ത് അകത്ത് ആവർത്തിച്ച് വാസനകൾ ഉണരും. സംഗീതത്തോട് താല്പര്യമുണ്ട്, സംഗീതം എവിടെ കണ്ടാലും അതിനോട് താല്പര്യം തോന്നും. ഈവന്റ്സ്, നമുക്ക് ഇഷ്ടിക നിരന്തരം പണി ചെയ്യാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വെച്ചാൽ അത് ഒരു സംഭവമാണ്. ആ പണി ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്ന ആ ഒന്ന് ആവർത്തിച്ചു വരുന്നുണ്ടെങ്കിൽ ആ ഈവന്റിന് നമ്മുടെ ജീവിതമായിട്ട് എന്തോ ബന്ധമുണ്ട്, നമ്മുടെ പർപ്പസുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഹൗസ് മേക്കിങ്ങിന്റെ പടിയിൽ പോകുന്ന സമയത്ത് ഇപ്പോ ഇഷ്ടികയാണ് കൈമാറിയത്. കുറച്ചു നേരം കഴിയുമ്പോൾ 2 കൊല്ലം വെള്ളം എടുത്തിട്ട് വന്ന് മേശേരി പറയും നമ്മൾ പോയി എടുത്തുകൊണ്ട് കൊടുക്കേണ്ടി വരുന്നു എന്നിരിക്കട്ടെ. അപ്പോ ഈ ഗൃഹനിർമ്മാണത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഈവന്റ്. പക്ഷെ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ വെള്ളം എടുക്കുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ സന്ദർഭം എന്ന് പറയാം. സന്ദർഭം ഏതുപോലെ അകത്ത് ഇൻറ്റ്യൂഷൻ, നമുക്ക് പാട്ടിനോട് താല്പര്യം തോന്നുന്ന സമയത്ത് ആ ഉപകരണം എടുത്ത് നോക്കാനുള്ള ചോദന ആ നിമിഷം വന്നല്ലോ. അപ്പൊ വാസനയും ചോദനയും, വാസന എന്ന് പറയുന്നത് സംഭവം പോലെ, വെളിയിലുള്ള സംഭവം പോലെയാണ്. ചോദന എന്ന് പറയുന്നത് വെളിയിലുള്ള സന്ദർഭം പോലെയാണ്. സന്ദർഭങ്ങൾ ചേർന്നിട്ടാണ്
സന്ദർഭങ്ങൾ ചേർന്നിട്ടാണ് സംഭവങ്ങൾ ഉണ്ടാവുക. അപ്പോൾ റിപ്പീറ്റഡ് ഈവൻസ് ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ബാഹ്യദർശനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് സംഭവിക്കുന്നത് എന്താണ്, ആവർത്തിച്ച് സംഭവിക്കുന്നതിൽ അർത്ഥപൂർണമായിട്ടുള്ള സന്ദർഭങ്ങൾ എന്താണ്. പല സന്ദർഭങ്ങളുണ്ടാവും, പലതിലൂടെയും കടന്നു പോകുന്നുണ്ട്, പക്ഷെ അർത്ഥപൂർണമായിട്ടുള്ള സന്ദർഭങ്ങൾ എന്താണ്. ഇതില് എല്ലാ പണിയും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പൊ നമ്മള് ഈ വീട്ടുപണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടിക കൈമാറുന്നത്, സിമന്റ് കൂട്ടുന്നത്, അല്ലെങ്കിൽ മറ്റേ പാത്രത്തിൽ വെള്ളം കൊണ്ടുവരുന്നത് ചിലപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നുക നമ്മുടെ ഇന്നർ ഈസ് തോന്നും, നമുക്ക് അകത്ത് വളരെ സമാധാനത്തോടെ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ സിമന്റ് കൂട്ടലായിരിക്കും. സിമന്റ് കൂട്ടുക എന്ന് പറയുമ്പോൾ ഈ വെള്ളം കൊണ്ടുവരാനുള്ള ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല. ഇഷ്ടിക കൈമാറുന്ന സമയത്തുള്ള വേഗവുമായിട്ട് അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് വരിക നമ്മളും കൈക്കോട്ടും സിമന്റും കല്ലും മാത്രമുള്ള ഒരു പണിയാണ്. അപ്പോൾ അതിലാണ് നമുക്ക് ഒരു ഈസ് കിട്ടുന്നത്, നമുക്കൊരു ഒരു സുഗമമായ ഒരവസ്ഥ കിട്ടുന്നതെന്ന് ഇരിക്കട്ടെ. ഇത് നമ്മുടെ ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ആ ഒരു മേഖലയിലാണ് നമുക്ക് കൂടുതൽ ശേഷി ഉണ്ടാവുക. അപ്പൊ അതുപോലെ അകത്തും പുറത്തുമുള്ള ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഒന്ന് ആന്തരിക ശേഷി, വാസനകൾ, ചോദനകൾ, പുറത്ത് ആവർത്തിച്ചുള്ള സംഭവങ്ങൾ, അർത്ഥപൂർണമായ സന്ദർഭങ്ങൾ, അതുപോലെ നമുക്ക് ആന്തരികമായി ശാന്തി കിട്ടുന്ന രീതിയിൽ ഉള്ള അനുഭവങ്ങൾ, ഈ ചെയ്യുന്നതിന് ഏറ്റവും ആന്തരികമായി ശാന്തി കിട്ടുന്നതായിട്ടുള്ള അനുഭവങ്ങൾ, ഇത് രണ്ടും നമുക്ക് ദർശിക്കാൻ കഴിയുമ്പോൾ ഇവ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് ഈവന്റുകൾ ഉണ്ടാവുന്നു. എനിക്ക് സംഗീതത്തോട് താല്പര്യമുണ്ട്, അതുകൊണ്ട് സംഗീത അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സംഗീത അനുഭവങ്ങളിൽ തന്നെ ഞാൻ വളരെ എന്റെ ശേഷിക്കനുസരിച്ചുള്ള, എന്റെ ആന്തരിക ശേഷി എന്താണോ ആ ശേഷിക്കനുസരിച്ചുള്ള അനുഭവങ്ങൾ, എക്സ്പീരിയൻസസ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആന്തരിക ശേഷിക്കനുസരിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ഈസ് തോന്നും. അതുപോലെ തന്നെ എന്റെ ചോദനകൾക്കനുസരിച്ച് ഇപ്പൊ ഒരു പാട്ട് പാടൂ അല്ലെങ്കിൽ ഒരു തബല വായിക്കൂ എന്ന് പറയുന്ന രീതിയിലുള്ള ആ സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഈ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഈ കാര്യങ്ങളുടെ ഞാൻ എന്നുള്ള ആ ഒരു സത്തയുടെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഈ രണ്ടു തരം അനുഭവങ്ങൾ, രണ്ടു തരം അവസ്ഥകൾ തമ്മിൽ വിനിമയം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം നടുവിൽ ഞാനാണ് നിൽക്കുന്നത്. എന്റെ അകത്തും പുറത്തുമുള്ള ലോകങ്ങളും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ അവിടെ നടക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. അതിൽ എനിക്ക് ഈസ് അനുഭവിക്കാൻ കഴിയും. അത് ഒരു തവണയല്ല, പല തവണ, പല രീതിയിൽ ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോൾ ആണ് നമുക്ക് ഇവ തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാവും. എന്തുകൊണ്ട് എനിക്കുണ്ടാവുന്ന ഈ ഒരു അനുഭവം മറ്റൊരാൾക്ക് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉണ്ടാവുന്ന അനുഭവം എന്തുകൊണ്ട് എനിക്കുണ്ടാവുന്നില്ല? ആ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ട് എന്റെ അകം ഇതിനോട് ഇങ്ങനെ പ്രതികരിക്കുന്നു? എന്തുകൊണ്ട് മറ്റൊരാളുടെ അനുഭവത്തോട് എനിക്ക് പ്രതികരിക്കാൻ തോന്നാതിരിക്കുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കണക്റ്റായി വരും. എങ്ങനെയുള്ളപ്പോ ആന്തരിക ദർശനവും ബാഹ്യ ദർശനവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇൻട്രോസ്പെക്ഷൻ ആൻഡ് ഔട്ടർസ്പെക്ഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിത് ബോധ്യമാകുന്നത്. അപ്പോ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശേഷി ആന്തരികമായ ആ ഒരു ചലനവുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന സമയത്ത്, ബാഹ്യമായ സാഹചര്യങ്ങളോട് റെസനേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇവയെല്ലാം ക്രമീകരിച്ച് വരുന്ന സമയത്ത് പർപ്പസ് എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കും. നേർരേഖയിൽ വരുന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്ന സമയത്താണ് ഗ്രഹണം സംഭവിക്കുക. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രഗ്രഹണം സംഭവിക്കും. സൂര്യഗ്രഹണം സംഭവിക്കും. സൂര്യനും ഭൂമിയും ചന്ദ്രനും തമ്മിൽ നേർരേഖ വരുന്ന സമയത്ത് ചന്ദ്രഗ്രഹണം സംഭവിക്കും. അപ്പോ എന്താണെങ്കിലും ഈ ഗ്രഹണം രണ്ട് തരത്തിൽ സംഭവിക്കുമെങ്കിലും ഇവ തമ്മിൽ നേർരേഖയിൽ വരണം. ആ സമയത്ത് ഗ്രഹണം എന്നുള്ളൊരവസ്ഥ സംഭവിക്കും. ഗ്രഹണം ഉണ്ടാവുന്ന സമയത്ത് അതിനനുസരിച്ച് ഈ ഭൗമ അന്തരീക്ഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ആന്തരിക ശേഷി, ബാഹ്യാനുഭവങ്ങൾ, ഇവ തമ്മിലുള്ള റെസണൻസ്, ഇത് കൃത്യമായിട്ട് സംഭവിക്കുമ്പോൾ നമ്മുടെ പർപ്പസ് എന്നുള്ളത് സിഗ്നൽസ് ഇറ്റ്സെൽഫ്, അത് തനിയെ വെളിപ്പെടും. ഈ വെളിപ്പെടലാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. ഒരിക്കലും നമുക്ക് ജീവിതത്തിന് ഇപ്പോ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടല്ലേ.
ജീവിതത്തിൽ ലക്ഷ്യബോധം വേണം എന്ന് പറയാറുണ്ട്. ലക്ഷ്യത്തെ ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് ഈ പുതിയ കണ്ടുപിടുത്തം നടത്തി, പുതിയൊരു യന്ത്രം ഉണ്ടാക്കി, പുതിയ കണ്ടുപിടുത്തം നടത്തി എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. അതുപോലെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പർപ്പസ് എന്ന് പറയുന്നത്. അത് വെളിപ്പെടുന്നതാണ്, ഡിസ്കവർ ചെയ്യുന്നതാണ്, ഉള്ളതിനെ കണ്ടെത്തലാണ്. നമുക്ക് കണ്ടെത്താനാണ് കഴിയുക, കണ്ടുപിടിക്കാൻ എന്ന് വെച്ചാൽ പുതിയൊരു സാധനത്തെ ഉണ്ടാക്കിയെടുക്കാനല്ല നമുക്ക് കഴിയും. നമുക്കൊരു പർപ്പസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ജീവിതത്തിന് ഒരു പർപ്പസ് അസൈൻ ചെയ്യാൻ കഴിയില്ല. അസൈൻമെന്റ് വരും. ഇപ്പൊ അതൊരു വ്യക്തി അസൈൻ ചെയ്തത് എന്നുള്ള രൂപത്തിലല്ല, നമ്മുടെ ബുദ്ധി അസൈൻ ചെയ്തത് എന്നുള്ള രൂപത്തിലല്ല. അത് തനിയെ അത് അസൈൻ ചെയ്യപ്പെടും. അത് മനസ്സിലാക്കാൻ നമ്മുടെ ആന്തരികവും ബാഹ്യമായ ലോകത്തേക്കുള്ള നിരീക്ഷണമാണ് വേണ്ടത്. അപ്പോ നമ്മുടെ പർപ്പസിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഈ വിധത്തിലാണ് സംഭവിക്കുക. നമ്മളെ ആകർഷിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തുക, നമുക്ക് സന്തോഷം ലഭിക്കുന്ന പ്രവൃത്തികൾ എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിലേക്ക് സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് നിരീക്ഷിക്കുക, ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നും പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോ ചിന്തകൾ, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവയെ നമ്മൾ നോട്ട് ചെയ്യണം. എന്താണ് എനിക്ക് വേണ്ടത്, എനിക്ക് ആവർത്തിച്ച് വേണമെന്ന് തോന്നുന്നവ എന്തൊക്കെയാണെന്ന് തോന്നണം, അത് മനസ്സിലാക്കണം. അതിൽ നിന്നും ഞാൻ എന്നുള്ളൊരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നിരൂപണം ഉണ്ടാവണം. ലോകം, സമൂഹം, പ്രകൃതി എന്നിവയെ നമ്മൾ അറിയണം. അതില് ഈ പ്രകൃതി നമുക്ക് നൽകുന്ന, സമൂഹം നൽകുന്ന, ലോകം നൽകുന്ന അവസരങ്ങളും ആവശ്യങ്ങളും എന്താണെന്ന് കാണണം. അതിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ പർപ്പസ് വ്യക്തമാവുക. ആ വ്യക്തമാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പർപ്പസ് ഇങ്ങനെ ബുദ്ധിയിൽ തെളിഞ്ഞു നിൽക്കുക എന്നുള്ളതല്ല, അത് പ്രകാശിക്കുകയാണ് ചെയ്യുക. അത് മനസ്സ് ശാന്തമായിരിക്കുമ്പോഴേ സംഭവിക്കുള്ളൂ. നമ്മൾ ഇതിനെക്കുറിച്ച് കൂലങ്കഷമായിട്ട് ആലോചിക്കുന്നുണ്ട്, ഞാൻ നാളെ അത് ചെയ്യണം, മറ്റേത് ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംഭവം സംഭവിക്കില്ല. പർപ്പസ് വ്യക്തമാവുന്നത് മനസ്സ് ശാന്തമായിരിക്കണം. നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് നമ്മളെ വ്യക്തമായിട്ട് ബോധ്യപ്പെടണം. നമ്മൾ അകത്തേക്ക് നോക്കാൻ സമയം നമുക്ക് കണ്ടെത്തണം, പുറത്തേക്ക് കണ്ടിരിക്കാൻ നമുക്ക് കഴിയണം, പുറത്തെ കുറിച്ച് ആലോചിച്ച് സമയം കളയാനുള്ളതാണ്. അപ്പോൾ അകത്തും പുറത്തും തമ്മിലുള്ള ആ ഒരു മൊത്തം അനുഭവങ്ങളുടെ രേഖീകരണം സംഭവിക്കുമ്പോൾ ഇതാണ് എന്റെ വഴി, ഇതാണ് എന്റെ ശേഷി, ഇതാണ് എന്റെ ധർമ്മം എന്നുള്ള രീതിയിൽ നമുക്ക് പർപ്പസ് നമ്മുടെ മുന്നിൽ വെളിപ്പെടും, തെളിഞ്ഞു വരും. അപ്പൊ ഇതാണ് പർപ്പസ് എന്നുള്ളത്, നമ്മുടെ ജീവിത ഉദ്ദേശ്യത്തെ തെളിയിക്കാനുള്ള വഴി. അകത്തോ പുറത്തോ നോക്കാനാകാത്തവർ, അകത്തും പുറത്തുമുള്ളതിനെ നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ തെളിച്ചമുണ്ടാവില്ല. ലോകത്തിന്റെ ഭൂരിഭാഗം ആളുകളും അത്തരത്തിലാണ്. ആരെങ്കിലും ഡ്രൈവ് ചെയ്യുന്നതനുസരിച്ച് ഒന്നും ചിന്തിക്കാതെ ആ പറയുന്നതനുസരിച്ച് പുറകെ പോകുന്നവർക്കും ഈ പറയുന്ന കാര്യങ്ങളെ, ഇപ്പോ നാളെ വാടക കൊടുക്കണം, മറ്റന്നാൾ അത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇതിന്റെ പുറകില്, ജീവിതത്തിൽ വരുന്ന ഇത്തരം സന്ദർഭങ്ങളുടെ പുറകില് കൂലങ്കഷമായിട്ട് ആലോചിച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർക്കും ഈ കാര്യങ്ങൾ വെളിപ്പെടില്ല. പകരം തന്നെ പൊസിഷൻ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട് അതനുസരിച്ച് റെസണേറ്റ് ചെയ്യുന്നവർക്ക്, അവർക്കാണ് പർപ്പസ് ബോധ്യമാവുക, അവർക്കാണ് തന്റെ ധർമ്മം നടപ്പിലാക്കാൻ കഴിയുക. നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസ് തിരിച്ചറിയാനുള്ള ഈ ഒരു നിരീക്ഷണം എത്രത്തോളം ഉണ്ടാകുന്നുണ്ട്? എന്താണെങ്കിലും ഇന്ന് അതൊന്ന് നിരീക്ഷിക്കുക. ആന്തരികമായും ബാഹ്യമായിട്ടും ഒരു ദിവസം കൂടി തീരുന്ന കാര്യമല്ലെങ്കിലും പ്രാഥമികമായിട്ടൊന്ന് നിരീക്ഷിക്കുക. ആ നിരീക്ഷണത്തെ അതിന്റെ വെളിച്ചത്തിലാകാം നമുക്ക് ഇനിയുള്ള പാഠങ്ങൾ. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.